ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സുഖമായിട്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 22 ദിവസത്തോളം നീണ്ട ഒരു വലിയ യാത്രയിലായിരുന്നു ഞാനും എൻ്റെ കുടുംബവും. പുണ്യമാക്കപ്പെട്ട മക്കയും മദീനയും സന്ദർശിച്ചു, ഉംറകർമ്മം നിർവഹിച്ചു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടെയുള്ള കാലാവസ്ഥാ വ്യതിയാനം മൂലം ജലദോഷവും പിടിച്ചിട്ടുണ്ട്. എങ്കിലും കഥ പറയാതിരിക്കാൻ കഴിയില്ല. നീണ്ട 22 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി മൈക്കിന് മുന്നിലേക്ക് എത്തുകയാണ്. ഇനി മുടക്കമില്ലാതെ എല്ലാ ദിവസവും കഥകളുണ്ടായിരിക്കുന്നതാണ്. പലരും കഥകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദിവസങ്ങളിൽ എനിക്ക് കഥ നോക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പഴയ പോലെ എല്ലാവരും വീണ്ടും കഥകൾ അയച്ചു തരിക. നിങ്ങളുടെ നല്ല രചനകൾ നമ്മുടെ ചാനലിലൂടെ വായിക്കുന്നതാണ്. കഥയിലേക്ക്. രചന പമീല എ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ലീവ് കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചു പോകുന്ന ഷമീറിനെ യാത്രയാക്കാമെന്ന അജ്മലിനോട് ഷമീറിന് ഒന്ന് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. ആണുങ്ങളില്ലാത്ത വീടാണ്, ഉമ്മയും ജെസ്സിയൊന്നും ശ്രദ്ധിച്ചേക്കണേ, നീയോട് ഉണ്ടെന്നുള്ള എൻ്റെ ഒരേ ഒരു ധൈര്യം. നീ അത് പ്രത്യേകം പറയണോടാ. ഇത് എന്നെയും കൂടെ വീടല്ലേ, നീ ധൈര്യമായിട്ട് പോയിട്ട് വാ, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് ഷമീറിന്റെ തോളത്തെട്ടി അജ്മൽ ആശ്വസിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കാൻ തന്നെ തനിച്ചാക്കി പോകുന്ന ഷമീറിനെ ഓർത്ത് സങ്കടത്തിലിരിക്കുന്ന ജെസ്സിയോട് ഷമീർ പറഞ്ഞു, വിഷമിക്കരുത് ജെസ്സി, നിനക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ധൈര്യമായിട്ട് അജ്മലിനെ വിളിച്ചാൽ മതി. അവൻ ആ നിമിഷം ഓടിയെത്തും. ഇവൻ എൻ്റെ കൂട്ടുകാരൻ മാത്രമല്ല, എൻ്റെ കൂടപ്പിറപ്പ് പോലെയാണ്. ശരിക്ക, നിങ്ങളിവിടുത്തെ കാര്യം ആലോചിച്ച് വിഷമിക്കല്ലേ. ഇവിടെ ഇവരൊക്കെ ഉണ്ടല്ലോ ഇക്ക, നേരത്തെ ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോഴേക്കും അവളുടെ 2 കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി, ഇനി ഓരോന്നും പറഞ്ഞു തന്നാലേ എനിക്ക് ഫ്ലൈറ്റ് മിസ്സാവും എന്ന് പറഞ്ഞ് ഉമ്മാനെയും ജെസ്സിയെയും കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞ് ഷമീർ തൻ്റെ വീട്ടുപടി ഇറങ്ങി. മോൾ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? നമ്മുടെയൊക്കെ നല്ലതിന് വേണ്ടിയല്ല അവൻ പോകുന്നത്. അവൻ നല്ല രീതിക്ക് പോയി വരട്ടെ. അല്ലാ, എൻ്റെ പൊന്നുമോനെ കാത്തോളണേ എന്ന പ്രാർത്ഥനയോടെ ഷമീറിന്റെ ഉമ്മ ജെസ്സിയെ ആശ്വസിപ്പിച്ചു. കരഞ്ഞു തളർന്നിരുന്ന അവൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ താൻ ദുബായി എത്തിയെന്ന ഷമീറിന്റെ കോൾ വന്നപ്പോഴാണ് അവളുടെ മനസ്സിന് കുറേ സമാധാനം കിട്ടിയത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം പോലും ഷമീറിനെ പിരിഞ്ഞ് ജെസ്സി ഇരുന്നിട്ടില്ല. അവനടുത്തില്ലാത്ത ഓരോ രാവും പകലും അവൾക്ക് വളരെ വേദനാജനകമായിരുന്നു. ഇടയ്ക്ക് വരുന്ന അവന്റെ മെസ്സേജുകളും കോളുകളുമാണ് അവൾക്ക് കുറച്ച് ആശ്വാസം നൽകിയത്. അന്ന് നല്ല മഴയുള്ള ദിവസം രാവിലെ നടക്കാനിറങ്ങിയ ഉമ്മാന്റെ നിലവിളി കേട്ടാണ് അവൾ അവിടെ ഓടിയെത്തിയത്. അപ്പോൾ താഴെ വീണെടുക്കുന്ന ഉമ്മാനെയാണ് അവൾ കണ്ടത്. എന്തുപറ്റി ഉമ്മ, ശ്രദ്ധിച്ച് നടക്കായിരുന്നില്ലേ? ഉമ്മ എഴുന്നേൽപ്പിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു, ശ്രദ്ധിച്ച് തന്നെയാ വന്നത് മോളെ, എങ്ങനെയാ വീണെന്നറിയില്ല, കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, മേശപ്പുറത്തിരിക്കുന്ന ഡയറിയിൽ അജ്മലിന്റെ നമ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട്. അതെടുത്ത് ആ നമ്പറിലേക്കൊന്ന് വിളിച്ചിട്ട് അവനോട് വേഗം വരാൻ പറ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അവൾ ഉമ്മയെ പതുക്കെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അടുത്തേണ്ട കസേരയിലിരുത്തി തന്റെ ഫോൺ കയ്യിലെടുത്ത് ഡയറി തുറന്ന് ആ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ അജ്മലിക്ക, ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ, ഉമ്മ ചെറുതായിട്ടൊന്ന് വീണു, ഹോസ്പിറ്റലിൽ പോവാനാ. ശരി, ഞാനിപ്പോൾ തന്നെ വരാം എന്നും പറഞ്ഞ് അജ്മൽ ഫോൺ കട്ട് ചെയ്തു. അല്പസമയത്തിനുള്ളിൽ തന്നെ അജ്മൽ വീട്ടിലെത്തി. ഉമ്മാനെ ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടുപോയി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഉമ്മാനെ ബെഡ്റൂമിൽ കിടത്തി ഡോക്ടർ എന്ന മരുന്നുകൾ ജെസ്സിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഭാഗ്യത്തിന് ചെറിയ മുറിയോ പറ്റിയിട്ടുള്ളൂ, മുറി ഉണങ്ങാൻ മരുന്ന് വെച്ച് കിട്ടിയിട്ടുണ്ട്, വേദനിക്കാതെ പെയിൻ കില്ലർ കൊടുക്കാൻ പറഞ്ഞു. ഉമ്മാക്ക് കഴിക്കാൻ വല്ലതും കൊടുത്തിട്ടേ ഈ ടാബ്ലറ്റ് കൊടുത്തേക്ക്. പിന്നെ ഷമീറിനോടൊന്നും പറയാൻ നിൽക്കണ്ട, അവൻ വല്ലാതെ സങ്കടപ്പെടും. ശരിക്കാ, നിങ്ങളിരിക്കും, ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം. ഇല്ല വേണ്ട, എനിക്ക് പോയിട്ട് ധൃതിയുണ്ട്, ഞാൻ നാളെ വരാം, വന്നിട്ട് ഉമ്മാനെ ഒന്നുകൂടി ഡോക്ടറെ കാണിക്കാം എന്നും പറഞ്ഞ് അജ്മൽ വീടുപടി ഇറങ്ങി. അവൻ പോകുന്നത് നോക്കി ജെസ്സി വാതിൽപ്പടിയിൽ നിന്നു. പിറ്റേ ദിവസം അജ്മൽ വിളിക്കാതെ തന്നെ നേരത്തെ വീട്ടിലെത്തി. വന്നപാട് ജെസ്സിയെ നീട്ടി വിളിച്ചു. ജെസ്സി, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്ക്, നല്ല വിശപ്പ്. ഭാര്യയ്ക്ക് ഒരേ തലവേദന, അവളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല, പിന്നെ ഞാനൊന്നും പറയുന്നില്ല, ഞാനിങ്ങ് പോകുന്നു. അതിനെന്തായിക്ക, നല്ല ചൂടുള്ള തേങ്ങ അരച്ച ചിക്കൻ കറിയും പത്തിരി ഇരിപ്പുണ്ട്, ഞാനിപ്പോൾ തന്നെ എടുക്കാം എന്നും പറഞ്ഞ് ജെസ്സി അജ്മലിന് കഴിക്കാൻ കൊടുത്തു. ഒരു കഷ്ണം പത്തിരി ചൂടുള്ള ചിക്കൻ കറിയിൽ മുക്കിയ വായിൽ വെച്ചത്. എന്തൊരു ടേസ്റ്റാണെന്നോ നീ ഉണ്ടാക്കിയ കറിക്ക്. ഞാൻ ഇന്നേവരെ ഇതുപോലത്തെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലുകൊണ്ട് വരണം, എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ വായി വെക്കാൻ കൊള്ളത്തില്ല, എന്താ ചെയ്യാ, വേറെ വഴിയില്ല എന്നും പറഞ്ഞ് മനസ്സിലാമനസോടെ കഴിക്കും ഞാൻ. നല്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ വരണം തോന്നുന്നു. അതിനെന്താ, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഭക്ഷണം കഴിക്കാം. അവൻ വയറു നിറയെ ഭക്ഷണം കഴിച്ച് ഉമ്മാനെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോയി തിരിച്ച് വീട്ടിലും കൊണ്ടാക്കി. ഉമ്മാനോടും ജെസ്സിയോടും യാത്ര പറഞ്ഞ് അവൻ ഇറങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞതും ജെസ്സിയുടെ ഫോണിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ്. ഹായ്, എന്തൊരു ടേസ്റ്റുള്ള ഭക്ഷണമാണോ താൻ ഉണ്ടാക്കിയത്, വെരി നൈസ്. അജ്മലിന്റെ ഫോണിൽ നിന്നായിരുന്നു ആ മെസ്സേജ്. ആൾ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ജെസ്സി, ഷമീർ വിളിച്ചായിരുന്നോ? ഇല്ലുമ്മ, തിരക്കാണെന്ന് തോന്നുന്നുണ്ട്, ഈടായിട്ട് ഷമീർ ഖാനെ കോൾ കുറഞ്ഞു വരുന്നുണ്ട്, ആളൊരു നീരസത്തോടെ പറഞ്ഞു. പിറ്റേ ദിവസവും അജ്മലിന്റെ ഫോണിൽ നിന്ന് അതേ സമയത്ത് ഹായ് എന്ന മെസ്സേജ് വന്നു. തിരിച്ച് ജെസ്സിയും ഹായ് അയച്ചു. കഴിച്ചായിരുന്നോ? ഇക്ക കഴിച്ചോ?
ഇല്ലെന്ന്, ഇവിടെ റെഡിയാവുന്നേ ഉള്ളൂ. ജെസി ഇക്ക ഉമ്മ വിളിക്കുന്നുണ്ട്, ബൈ, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ദിവസങ്ങൾ അങ്ങനെ പൊലിഞ്ഞു പോയി. അജ്മലിന്റെ മെസ്സേജുകൾ ജെസ്സിയുടെ ഫോണിലേക്ക് തുരുതുരാ വന്നുകൊണ്ടിരുന്നു. അജ്മലിന്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് രാവിലെ 4 മണിക്ക് വരെ വന്നു തുടങ്ങി. ഇതെന്താ ഈ 4 മണിക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് നോക്കി ജെസ്സിയുടെ മറുപടി. അത് പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. അതെന്തു പറ്റി? ഒന്നുമില്ല. ഷെമീർ വിളിച്ചിരുന്നോ? ഇല്ല, അവർക്കെന്നെ വേണ്ടെന്നാ തോന്നുന്നേ. മണ്ടൻ, ഇതുപോലൊരു സുന്ദരിയായ ഭാര്യ തനിച്ചാക്കി ആരെങ്കിലും അന്യനാട്ടിൽ പോയി കിടക്കുമോ? എനിക്കൊന്നിനെ കിട്ടിയിട്ടുണ്ട്, തടിച്ചു വീർത്തൊരു സിലിണ്ടർ മാതിരി ഒന്നിനെ. തന്നെ കാണാൻ തന്നെ എന്ത് രസമാടോ. ഒന്ന് പോയിക്ക, ചുമ്മാ ഓരോന്നും പറയാതെ. എന്നിട്ട് ഷെമീർക്ക് ഒരു വട്ടം പോലും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. അവരോട് പോകാൻ പറ, അവരൊന്നും പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കാറിയില്ല. അജ്മലിക്കാക്ക് എന്താ ഭാര്യ ഇഷ്ടമല്ലേ? ഇല്ലെന്നേ, എനിക്ക് അവളെ കാണുന്നതിനെ വെറുപ്പാ. ഒരു വൃത്തിയുമനില്ലാത്ത സാധനം. അടുത്ത് വന്നാൽ തന്നെ അവളുടെ വിയർപ്പിന്റെ ദുർഗന്ധം ഓക്കാനം വരും എനിക്ക്. പോട്ടേക്ക, എല്ലാം ശരിയാവും. എന്ത് ശരിയാവും? എനിക്ക് മതിയായി അവളെ കൊണ്ട്. തന്നെ പോലെ ഒരു പെണ്ണിനെയാണ് എനിക്കിഷ്ടം. താൻ അടുത്ത് വരുമ്പോൾ തന്നെ എന്ത് സുഗന്ധാണെന്നറിയോ? ബൈക്ക, ഷെമീർക്ക് വിളിക്കുന്നു. അവൾ ചാറ്റിംഗ് നിർത്തി ഷെമീറിന്റെ കോൾ എടുത്തു. എന്തെടുക്കുക നീ? മനുഷ്യ ജോലി തിരക്കിനിടയിൽ ഇല്ലാതെ സമയം എടുത്ത് വിളിക്കുമ്പോൾ അവിടെ എടുക്കത്തെ ഒരു തിരക്ക്. അതിനേക്കാൾ ഞാൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് കിണങ്ങാൻ ഫോൺ വെച്ചിട്ട് പോ, ഞാൻ കുറച്ച് കിടക്കട്ടെ. ഷെമീറിന്റെ ദേഷ്യത്തിലുള്ള സംസാരം അവളെ വല്ലാതെ സങ്കടപ്പെടുത്തി. ഒരുപാട് വിഷമത്തിൽ ഭക്ഷണം പോലും കഴിക്കാതെ കിടക്കുന്ന ജെസ്സിയുടെ ഫോണിലേക്ക് അജ്മലിന്റെ മെസ്സേജ് വന്നു. ഹായ്, കഴിച്ചോ? ഇല്ല. എന്തു പറ്റി? ഷെമീർക്ക് ഒരുപാട് ചീത്ത പറഞ്ഞു. സാറില്ല, എന്നെ മുത്തുപോയി ഫുഡ് കഴിക്കുക, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. അപ്പോഴേക്കും നാം ഭക്ഷണം കഴിച്ചിരിക്കണം, മനസ്സിലായല്ലോ? അജ്മലിന്റെ മധുരമേറിയ വാക്കുകൾ ജെസ്സിക്ക് വല്ലാത്ത ആനന്ദം നൽകി. ജെസ്സിയുടെ ഫോണിലേക്ക് അജ്മലിന്റെ മെസ്സേജുകളും കോളുകളും മുടങ്ങാതെ വന്നു. ഷെമീറിന്റെ ആ സാന്നിധ്യം കുറച്ചുകൂടി ജെസ്സിയെ ബാധിച്ചതേയില്ല. വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്ന് വേണ്ട, ജെസ്സിക്ക് വേണ്ട കാര്യങ്ങൾ വരെ അവനെല്ലാം ചെയ്തു കൊടുത്തു. വെറൈറ്റി ഫുഡുകൾ കൊണ്ട് അവളുടെ തീൻമേശ നിറഞ്ഞു. ഒരു നിമിഷത്തേക്ക് ഷെമീറിനേക്കാൾ എന്തുകൊണ്ടും തനിക്ക് ചേരുന്ന അജ്മലാണെന്ന് വരെ അവൾക്ക് തോന്നി തുടങ്ങി. ജെസ്സി അത്യാവശ്യത്തിന് പുറത്തു പോകുന്നവരെ അജ്മലിന്റെ കൂടെയാക്കി. ഷെമീറിന്റെ അജ്മലിന്റെ അടുപ്പം വെച്ച് നോക്കിയപ്പോൾ ഷെമീറിന്റെ ഉമ്മാക്ക് ഒരു തരി പോലും സംശയം തോന്നിയില്ല. അന്ന് ഉമ്മ അമ്മായിയുടെ മോളുടെ വിവാഹത്തിന് പോയ ദിവസം അജ്മൽ ജെസ്സിയുടെ വീട്ടിൽ വന്നു. അവിടെ ബെഡ്റൂമിൽ പനിച്ച് ഉറച്ചിടക്കുന്ന ജെസ്സിയുടെ തലയിൽ കൈവച്ച് നോക്കി അവൻ പറഞ്ഞു, ആ നല്ല പനിയുണ്ടല്ലോ, ഉമ്മയില്ലേ ഇവിടെ? ഉമ്മ അമ്മായിയുടെ മോളുടെ വിവാഹത്തിന് പോയതാ, അപ്പൊ ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ നല്ല പനിയുണ്ട്. എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇല്ല വേണ്ടിക്ക, ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട്, ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ. അപ്പം ശരി, ഞാൻ ഇന്നിവിടെ നിൽക്കാം. അയ്യോ വേണ്ട, പാവം അവൾ ഒറ്റക്കല്ല എവിടെ, ഇക്ക പൊക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എവിടെയും പോകുന്നില്ല, വീട്ടിൽ പോകാൻ എനിക്ക് തോന്നുന്നില്ല. എത്തിയ അപ്പം തുടങ്ങും ഓരോന്ന് പറഞ്ഞു വഴക്ക്. എനിക്ക് നിന്റെ കൂടെ ഇരിക്കുന്ന സന്തോഷവും സമാധാനവും എന്ന് പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് ഭാര്യയെ വിളിച്ചു. നീ ഇന്ന് ഓഫീസിൽ കുറച്ച് വർക്ക് കൂടുതലുണ്ട്, അവിടെ നീ ഫുഡ് കഴിച്ച് കിടന്നോ. അന്ന് അജ്മലും ജെസ്സി ഒരുമിച്ച് ആ വീട്ടിൽ നിന്നു. രാവിലെ ജെസ്സിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അജ്മലിന്റെ ഫോണിൽ നിന്നും ജെസ്സിയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ്. എന്ത് പെണ്ണാണ് ഇടോ താൻ, എനിക്ക് വേണമെന്നില്ലേ? എൻ്റെ ഭാര്യയേക്കാൾ എന്തുകൊണ്ട് എനിക്ക് ചേർന്നത് നീ തന്നെയാണ്. എൻ്റെ സങ്കല്പത്തിൽ അതേ പെണ്ണാണ് നീ. വല്ലാതെ കുറ്റബോധം തോന്നുക, വല്ലാത്തൊരു നിരാശ. എനിക്ക് തന്നെ വിവാഹം ചെയ്താൽ മതിയായിരുന്നു. അജ്മലിന്റെ തേൻ തുളുമ്പുന്ന ഓരോ വാക്കും അജ്മലിലേക്ക് ജെസ്സി അടുപ്പിച്ചുകൊണ്ടേയിരുന്നു. ജെസ്സി, നിന്റെ കയ്യിൽ കാശ് വല്ലതും ഉണ്ടോ? എൻ്റെ കാറിൻ്റെയും വീട്ടിൽ ലോൺ അടക്കാനുള്ളതാണ്, അതടക്കാതെ വല്ലാത്ത ടെൻഷൻ എനിക്ക്. വിഷമിക്കേണ്ടേക്കാ, ഷെമീർക്ക് കാശ് അയച്ചിട്ടുണ്ട്, അതുപോലെ എൻ്റെ 4 പവൻ്റെ മാലയും തരാം, അത് പണയം വിൽക്കുക വിൽക്കുക എന്ത് വേണമെങ്കിൽ അയക്കോ. നാളുകൾ കഴിയും തോറും അവർ രണ്ടുപേരും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കൂടുതൽ അടുക്കാൻ തുടങ്ങി. ഷെമീർ അയക്കുന്ന കാശ് മുഴുവൻ അജ്മൽ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് കൈക്കലാക്കി. അജ്മലിനോടുള്ള വിശ്വാസത്തിൽ ചോദിക്കുമ്പോഴേക്കും കാശും സ്വർണവും ജെസ്സിയും കൊടുത്തുകൊണ്ടേയിരുന്നു. ഷെമീറിന്റെ കോള് വരുന്നതിനെ ജെസ്സിക്ക് ഇഷ്ടമില്ലാതെയായി. അവൻ ഓരോ തവണ വിളിക്കുമ്പോഴും അവൻ ഓരോ ഒഴിവുകൾ പറഞ്ഞ് ഒഴിവാക്കി. അജ്മലും ജെസ്സിയും പറന്നു നടക്കുകയായിരുന്നു. റെസ്റ്റോറന്റ്, ബീച്ച്, പാർക്ക് എന്ന് വേണ്ട, അവർ വേറൊരു ലോകത്തായിരുന്നു. ഒരു ദിവസം അവർ ഒരു കോഫി ഷോപ്പിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അജ്മലിന്റെ ഫോൺ നിർത്താതെ റിങ് ചെയ്തുകൊണ്ടിരുന്നു. അജ്മൽ ഫോൺ എടുത്ത് നമ്പർ നോക്കി വീണ്ടും ഫോൺ പോക്കറ്റിലിട്ടു. എന്ത് പറ്റിക്ക, കുറെ നേരം മൊബൈൽ റിങ് ചെയ്യുന്നില്ല, എടുത്ത് സംസാരിച്ചുകൂടെ? അജ്മലിന് വല്ലാത്ത അസ്വസ്ഥത. എവിടെ നോക്കട്ടെ, ആരാത്? പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുക്കാൻ ശ്രമിച്ച ജെസ്സിയുടെ കൈകൾ അവൻ തട്ടി മാറ്റി. പിന്നെ അവൾക്ക് നിനക്കെതിരാ, ചായ കുടിച്ചു കഴിക്കും, പോവാം. അന്ന് ആദ്യമായി അജ്മലിന്റെ ദേഷ്യം അവൾ കണ്ടു. ആരായിരിക്കും ആ കോൾ ചെയ്ത്? എന്തായിരിക്കും എന്റെ മുമ്പിൽ നിന്ന് കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത്? എന്തിനായിരിക്കും അവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത്രയ്ക്ക് ദേഷ്യം വരുന്നത്? ആളുടെ മനസ്സിലെ സംശയങ്ങളുടെ കൊടുങ്കാറ്റ് വീശി. കാറിൽ കയറിയ തൊട്ട് വീടെത്തുന്നവരെ അവർ രണ്ടുപേരൊന്നും മിണ്ടിയില്ല. വീടെത്തിയത് അവനോടൊന്നും പറയാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി. അതുകൊണ്ട് ഉമ്മ, എന്തു പറ്റി മോളെ, മുഖത്ത് വല്ലാത്തൊരു സങ്കടം?
ഒന്നുമില്ലമ്മ, വല്ലാത്ത തലവേദന, ഞാൻ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞ് അവൾ ബെഡ്റൂമിലേക്ക് പോയി കഥ കിടച്ചു. അകത്തേക്ക് വാ മോനെ, ചായ കുടിച്ചിട്ട് പോവാം. കാറിൽ നിന്ന് ഇറങ്ങാതിരുന്ന അജ്മലിനോട് ഉമ്മ പറഞ്ഞു. ഇല്ലമ്മ, പോയിട്ട് വർക്കുണ്ട് എന്ന് പറഞ്ഞ് കാർ സ്പീഡിലെടുത്ത് അജ്മൽ പോയി. ജെസ്സിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആരായിരിക്കും ആ കോൾ ചെയ്ത്? അവളുടെ മനസ്സിൽ ആ ചോദ്യം ആവർത്തിച്ച് വന്നുകൊണ്ടിരുന്നു. പിന്നെ പതിവ് പോലെ വരുന്ന അജ്മലിന്റെ ഗുഡ് മോർണിംഗ് മെസ്സേജോ കോളുകളോ ഒന്നും വന്നില്ല. ജെസ്സിക്ക് ഒരേ പ്രയാസം. എന്തുപറ്റി? എപ്പോഴും മെസ്സേജ് അയച്ചിരുന്ന് വിളിച്ചിരുന്ന ആള് പെട്ടെന്നെല്ലാം നിർത്തിയത്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ അവൾ തന്നെ ഫോൺ ചെയ്യാമെന്ന് വിചാരിച്ച് മൊബൈൽ ഫോൺ എടുത്ത് അജ്മലിനെ വിളിച്ചു. ഫോൺ പല പ്രാവശ്യം റിങ് ചെയ്തിട്ട് ഫോൺ എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഒരൊറ്റ റിങ്ങിന് എടുക്കുന്ന ആളാണ്. അവൾ ഇതെല്ലാം ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ വീണ്ടും ഫോൺ എടുത്ത് അജ്മലിന് കോൾ ചെയ്തു. ഹലോ, അവൾ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്തിനാ എപ്പോഴും ഇങ്ങനെ ചുമ്മാ വിളിച്ചിട്ടിരിക്കുന്നത്? ഫോൺ എടുത്തില്ലെങ്കിൽ വിട്ടൂടെ? വീണ്ടും വീണ്ടും വിളിച്ച് ശല്യം ചെയ്യാൻ. ദേഷ്യത്തിലുള്ള അജ്മലിന്റെ ശബ്ദം. നിങ്ങളെന്താ അജ്മലിക്ക് ഇങ്ങനെ? ഞാൻ എന്ത് തെറ്റായത് ഇത്രയ്ക്ക് ദേഷ്യപ്പെടാൻ? നീ ഒന്നും ചെയ്തില്ല. ദയവിത് ഒരു സമാനം തരൂ. എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. അന്ന് ആരാ കോൾ ചെയ്ത്? അതെങ്കിലും എന്നോട് പറ. ഇനി വയ്യാതാവുന്നുണ്ട് ഓരോന്ന് ആലോചിച്ചിട്ട്. അതിന്റെ ഗേൾഫ്രണ്ട് ദീപയാ. ഞങ്ങൾ 5 വർഷമായിട്ട് പ്രണയത്തില്ല. ദീപ മാത്രമല്ല, എനിക്ക് വേറെയും കുറെ ഗേൾഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരുത്തിയാ നീയും. തലയിൽ ഇടുത്തി വീണ പോലെ ജെസ്സിക്ക് തോന്നി. ഇങ്ങനെയൊന്നുമല്ലല്ലോ ആദ്യനോട് പറഞ്ഞ്. ഇത് നോക്ക് ജെസ്സി, ഓരോ ആവശ്യങ്ങൾക്കിടെ എന്നെ വിളിക്കുമ്പോൾ ഓടി ഒന്ന് ചെയ്തു തരാൻ ഞാനെന്താ നീ വെച്ച വേലക്കാരനാണോ? ഒന്നും കാണാതെ ഒന്നും ഈ അജ്മൽ ആർക്കൊന്നും ചെയ്തു കൊടുക്കാറില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് നടന്നു. ഇനി എന്റെ കൂടെ നിൽക്കണോ വേണോന്ന് എനിക്ക് തീരുമാനിക്കാം. അപ്പൊ നിങ്ങളുടെ വൈഫിനെ കുറിച്ച് പറഞ്ഞെല്ലാം കളവായിരുന്നോ? അവൾക്ക് എന്താടി? അവൾക്കൊരു കുറവ് ഞാൻ വരുത്തുന്നില്ലല്ലോ. അവൾക്ക് സംശയിക്കാൻ പാകത്തിന് എന്റെ ഫോണിൽ ഞാനൊന്നും സൂക്ഷിക്കാറില്ല. അഥവാ അവൾ സംശയിക്കുന്നത് എനിക്ക് തോന്നിയാ അവളെ എന്തു പറഞ്ഞ് സമാധാനപ്പെടുത്തണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് എന്നെ വിട്ട് എവിടെയും പോകാനും പറ്റില്ല. അപ്പൊ അവളെക്കുറിച്ച് ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കുന്നവരൊക്കെ വെറുതെ പറ്റിക്കുകയാണല്ലേ? നിങ്ങളുടെ ഭാര്യ എന്തിനങ്ങനെ പറ്റിക്കുന്നത്? എന്റെ ഗേൾ ഫ്രണ്ട്സിന് എന്നെക്കാളും നല്ല പ്രായ വ്യത്യാസമുണ്ട്. എന്നാലും അവർക്ക് എൻ്റെ അടുത്ത് നല്ല സ്നേഹമാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നടക്കും. എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞാൽ കാശ് തന്ന് സഹായിക്കും. ഇങ്ങനെയുള്ളവരാരെങ്കിലും ഒഴിവാക്കുമോ? അപ്പൊ നിങ്ങൾ ഓരോന്നും പറഞ്ഞ് എന്നെയും ചതിക്കായിരുന്നല്ലേ? 2 മാസത്തിൽ ഷമീർക്ക് വരുമെന്ന് പറയുന്നുണ്ട്. ഞാൻ തന്ന കാശിലേക്ക് തിരിച്ചരണം. ഇല്ലെങ്കിൽ ഷമീർക്കയോട് ഞാൻ എന്ത് സമാധാനം പറയും? നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. ഇനി എൻ്റെ നമ്പറിലേക്ക് വിളിച്ചു പോരുത്. അഥവാ കോൾ വന്നാ ഇവിടെ നടന്നെല്ലാം ഷമീറിനോട് വേറെ രീതിയിൽ പറഞ്ഞ് നിന്റെ കുടുംബജീവിതം ഞാൻ തകർക്കും. നീ നിന്റെ പണി നോക്കിപ്പോടി എന്ന് പറഞ്ഞ് ആൻ ഫോൺ കട്ട് ചെയ്തു. ജെസ്സിക്ക് ഇത് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. ജീവിതം അവസാനിപ്പിച്ചാലോ എന്നവരെ അവൾ ചിന്തിച്ചു പോയി. അന്യനാട്ടിൽ തന്റെ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി മാത്രം രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട് തന്നെ മാത്രം മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഷെമി എന്ന മുഖം ജെസ്സിയുടെ മനസ്സിലേക്ക് ഓടിയെത്തി. അവിടുത്തെ ജോലി തിരക്കാരണവും പലപ്പോഴും തന്നെ ശ്രദ്ധിക്കാൻ പറ്റാതെ പോയതെന്ന സത്യം അവൾ മനസ്സിലാക്കി വരുമ്പോഴേക്കും അവൾക്കെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. ആരോടൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അവൾ ഒറ്റക്കൊരു മുറിയിൽ പൊട്ടിക്കരഞ്ഞു. ഈടായിട്ട് അവൾ ആരോടൊന്നും മിണ്ടാറില്ല. ഇരുട്ടുമുറിയിൽ കരഞ്ഞു തളർന്ന് കിടക്കും. നേരത്തിന് ഭക്ഷണം കഴിക്കാറില്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നല്ല ദേഷ്യത്തിലുള്ള മറുപടി. ഇതുകൂടാതെ വിട്ടുമാറാത്ത തലവേദനയും. പെട്ടെന്നുള്ള ജെസ്സിയുടെ മാറ്റത്തിന്റെ കാരണം എന്താണെന്നറിയാൻ വീട്ടുകാർ അവൾ ഒരുപാട് ഹോസ്പിറ്റലിൽ കൂടി കൊണ്ടുപോയി. ടെസ്റ്റിന് പുറകെ ടെസ്റ്റ് ചെയ്തു. അതിൽ നിന്നൊരു കുഴപ്പമില്ല. പക്ഷേ ജെസ്സിക്ക് ഒരു മാറ്റവുമില്ല. ജെസ്സിയുടെ മേലെ എന്തോ ബാധ കയറിയിട്ടുണ്ടെന്ന് അടക്കം പറച്ചിൽ തുടങ്ങി. ജെസ്സിയുടെ അവസ്ഥ ഷെമിയെന്ന വല്ലാതെ പ്രയാസത്തിലാക്കി. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോരാമെന്ന് അവനും തീരുമാനിച്ചു. ഇതിനുകൾ ജെസ്സി അവസാനം അയച്ചുകൊണ്ടൊരു മെസ്സേജ് അയച്ചു. എന്തിനാ എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലുന്നു? നിങ്ങൾക്ക് സംസാരിക്കുമ്പോൾ പുതിയ ആളെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാനല്ല, നിങ്ങളാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് എൻ്റെ പിന്നാലെ വന്ന് നിങ്ങളുടെ പഞ്ചാര വാക്കിൽ വീണു പോയത് ഞാനാ. എൻ്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. അവസാനമായിട്ട് ഒരേ ഒരു ചോദ്യം. ഇല്ലാത്ത ഇഷ്ടം പറഞ്ഞ് എൻ്റെ കയ്യിലെല്ലാം നഷ്ടപ്പെടുത്തി എന്നെങ്ങനെ ക്രൂരായിട്ട് ചതിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തു? ഇതിനെനിക്കൊരു മറുപടി തരണം. മെസ്സേജ് നോക്കി മണിക്കൂറുകൾക്ക് ശേഷം ഒരു റിപ്ലൈ വന്നു. ഒരു മറുപടിയില്ല. ഇനി മേലായിരിക്കും മെസ്സേജ് ആക്കിയിരുന്നത്. ഭർത്താവില്ലാത്ത സ്ത്രീകളെ തിരഞ്ഞുപിടിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് പതുക്കെ അവരുടെ മൊബൈൽ നമ്പർ തരപ്പെടുത്തി ഹായ് മെസ്സേജിൽ തുടങ്ങി ജീവിതം നഷ്ടപ്പെടുത്തിയ ഒരുപാട് സ്ത്രീകളുടെ കഥകൾ കേട്ടിട്ടുണ്ട്. അതിൽ താൻ ഒരാളാണെന്ന കുറ്റബോധം വീണ്ടും വീണ്ടും അവളെ കൂടുതൽ രോഗാവസ്ഥയിലാക്കി. ജെസ്സിയുടെ അവസ്ഥ കൂടുതൽ വഷളായി വന്നപ്പോൾ ഷമീർ ലീവ് എടുത്ത് വേഗം നാട്ടിലെത്തി. ഇരുട്ടുമുറിയിൽ മെലിഞ്ഞ് കറുത്തിരണ്ടിരിക്കുന്ന ജെസ്സിയുടെ മാറ്റം കണ്ട് ഷമീറിന്റെ ഹൃദയം തകർന്നുപോയി. ജെസ്സി, എന്ത് കോലായത് മോളെ? അവളെ കെട്ടിപ്പിടിച്ച് അവൻ പൊട്ടിക്കരഞ്ഞു. ഷമീർക്ക, ആപ്പ് എനിക്ക് പുറത്തിരണം. ഇക്കാരൻ്റെ അടുത്തേക്കാനുള്ള ധൈര്യം പോലെ ഇരിക്കില്ല എന്ന് പറഞ്ഞ് ഷമീറിന്റെ കാൽ വീണ് അവൾ കരഞ്ഞ് പറഞ്ഞു. എന്നോടൊന്നിനാ നീ മാപ്പ് ചോദിക്കുന്നത് എനിക്കറിയണ്ട. എന്താണെങ്കിലും നിന്റെ ഈ കണ്ണീരിലുണ്ടല്ല. നിനക്ക് ഞാനില്ലേ പെണ്ണെ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? ഞാനിനി എവിടെയും പോകുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് നീ തന്നെയാ. നിന്നെ നഷ്ടപ്പെടുത്തി
എനിക്കൊന്നും വേണ്ട ജെസ്സി എന്ന് പറഞ്ഞ് അവളെ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. തന്റെ പ്രിയതമന്റെ സാന്നിധ്യത്തിലും ആശ്വാസവാക്കുകളിലും അവൾ ഇന്നേവരെ അനുഭവിച്ച എല്ലാ വേദനകളും മറഞ്ഞുപോയി. മാതൃ ചാർത്തിയ പുരുഷനെ മറന്ന് മറ്റൊരുത്തനെ സ്നേഹിച്ചതിലുള്ള വിശ്വസിച്ചതിലുള്ള പരിണിതഫലം അവൾ അനുഭവിക്കുകയായിരുന്നു. ഇനി ഒന്നിനു വേണ്ടിയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ മറക്കാനോ തന്റെ ഭർത്താവിനെ കൈയൊഴിയാനോ അവൾ തയ്യാറായിരുന്നില്ല. സ്വയം തിരിച്ചറിവ് വന്ന അവളുടെ പുതിയ ജീവിതം അവിടെ ആരംഭിക്കുകയായിരുന്നു.